ഹായ് ഹലോ സ്റ്റുഡൻസ്. എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷ് ചാപ്റ്റർ 21 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇത് 2 സെക്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് ആൻഡ് സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ചാപ്റ്റർ എന്ന് നോക്കാം. ഇതൊരു സമ്മറിയാണ് വരുന്നത്. അപ്പം ഈ ഒരു സമ്മറിയിൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ഡിസ്കസ് അബൌട്ട് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഫെസിലിറ്റേറ്റ് സോഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൺസ് who would be able to contribute to the progress of the community, society and the country at large. അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്? പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശ്യം. അപ്പം എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്നാൽ അതാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. അപ്പം എന്താണ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഈസ് ടു ഫെസിലിറ്റേറ്റ് സോഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൺസ്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക, സുഗമമാക്കുക കേട്ടോ. സോഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡ്യൂസ് റെസ്പോൺസിബിൾ. സോഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യവൽക്കരണം എന്നാണ് വരുന്നത്. ആൻഡ് പ്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൺസ്. സിറ്റിസൺസ് എല്ലാവർക്കും അറിയാമല്ലേ, പൗരന്മാർ. എങ്ങനെയുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്? നമ്മുടെ സമൂഹത്തോട് അത്രയ്ക്കും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രതിബദ്ധതയുമുള്ള പൗരന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, who would be able to contribute to the progress of the community, society and country at large. അപ്പം ഇത്തരക്കാർ, ഈ ഒരു പൗരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവന ആ ഒരു പൗരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. വലിയ തോതിൽ തന്നെ കേട്ടോ, അറ്റ് ലാർജ്. അപ്പം അത്രയും വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ക്യാപ്പബിളായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവയോ പ്രതിബദ്ധതയുമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ സെർവ്സ് എ ഹയർ പർപ്പസ് ദാൻ ലിവിങ് എ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ആൻഡ് ഗ്രൂമിങ് വൺസ് പേഴ്സണാലിറ്റി. അപ്പം ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത്? ഇനി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു ഗുണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ സെർവ്സ് എ ഹയർ പർപ്പസ് ദാൻ ലിവിങ് എ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ആൻഡ് ഗ്രൂമിങ് വൺസ് പേഴ്സണാലിറ്റി. അപ്പം എന്താണ്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ദാറ്റ് ഈസ് ലിവിങ് എ മെറ്റീരിയലിസ്റ്റിക് ലൈഫ്, അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ഉദ്ദേശമാണ് എഡ്യൂക്കേഷൻ നിർവഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതാണ് കേട്ടോ പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വം. നമ്മുടെ വ്യക്തിത്വം നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരാളാക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയാം നമുക്ക്. Education grooms one's personality, which tends to promote a sense, cooperation and coexistence, a feeling of love and brotherhood and an attitude of caring and sharing. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ്? ഒരാളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് ടെൻസ് ടു പ്രൊമോട്ട്, എന്തിനു വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? എ സെൻസ്, കോപ്പറേഷൻ ആൻഡ് കോ എക്സിസ്റ്റൻസ്. കോപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണ മനോഭാവവും ഒരാളിൽ, കൂടാതെ കോ എക്സിസ്റ്റൻസ് സഹവർത്തിത്വവും ഉടലെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു വ്യക്തിത്വം രൂപപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൂടെയുള്ളവരെ കൂടെ സ്നേഹിക്കാനോ അവരെ സഹകരിക്കാനുള്ള ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? എ ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് ബ്രദർഹുഡ് ആൻഡ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിങ് ആൻഡ് ഷെയറിങ്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് എന്താ പറയുന്നത്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെക്കാൾ
മുകളിലാണ് എഡ്യൂക്കേഷൻ ഒരാളുടെ പേഴ്സണാലിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം വ്യക്തിത്വം രൂപപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരിൽ എന്താണ് സഹവർത്തിത്വത്തോടെ ജീവിക്കാനുമുള്ള ഒരു വ്യക്തിത്വം നമ്മളിൽ ഉടലെടുക്കുകയാണ് ആ ഒരു എഡ്യൂക്കേഷനിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The process of acquiring education starts from home and gets strengthened when one receives education with a proper perspective and policy. അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്? ദ പ്രോസസ് ഓഫ് അക്വയറിങ് എഡ്യൂക്കേഷൻ നമ്മൾ അക്വയർ ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്, അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ഹോം, നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ പ്രഥമ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ആൻഡ് ഗെറ്റ് സ്ട്രെങ്തൻഡ്, പിന്നെ പോകെ പോകെ അത് സ്ട്രെങ്ത് ചെയ്ത് പോകുന്നത് വൺ വൺ റിസീവ്സ് എഡ്യൂക്കേഷൻ വിത്ത് എ പ്രോപ്പർ പെർസ്പെക്റ്റീവ് ആൻഡ് പോളിസി. എന്താണ്, ആ ഒരു വ്യക്തിക്ക് നല്ല വീക്ഷണം, നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കിട്ടുന്നതോടുകൂടിയാണ് ആ ഒരു എഡ്യൂക്കേഷൻ്റെ ആ ഒരു സ്ട്രെങ്തൻ സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം നല്ലൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾക്ക് നല്ല രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്, വീക്ഷണ മനോഭാവം ഉണ്ടാവും. അതാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ നയങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറച്ച നിലപാടുള്ളവരായിരിക്കും. ഓക്കെ. As one grows older, one develops the capacity to appreciate the finer aspects of life than material wealth. അപ്പം ഒരാൾ ഗ്രോസ് ഓൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് വൺ ഡെവലപ്സ് ദി കപ്പാസിറ്റി ടു അപ്രിഷിയേറ്റ് ദി ഫൈനർ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ദാൻ മെറ്റീരിയൽ വെൽത്ത്. മെറ്റീരിയൽ വെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക സമ്പത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഭൗതിക സമ്പത്തിനേക്കാൾ അധികം നമ്മളിപ്പം കുറച്ചുകൂടെ ഏജ്ഡ് ആകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിലുള്ള ഫൈനർ ആസ്പെക്ട്സ്, ഇത്രയും സൂക്ഷ്മവും സുന്ദരവുമായിട്ടുള്ള പല കാര്യങ്ങളെയും മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടായി ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. The objective of education is to become a good human being and lead a prosperous life. അപ്പോൾ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അതിൻ്റെ പർപ്പസ്, ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി തൊട്ട് മുൻപേ ഉണ്ടായിരുന്ന ആ ഒരു പോയിൻറ്റ്സിൽ. ഫസ്റ്റ് ഞാൻ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. ഇതിൽ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള സിറ്റിസൺ ആവാം. അതിന് കുറച്ച് പോയിൻറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഇതിലെന്താണ് പറയുന്നത്, ഓബ്ജക്റ്റീവാണ്. എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, അതായത് നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ആൻഡ് ലീഡ് എ പ്രോസ്പെറസ് ലൈഫ്. പ്രോസ്പെറസ് ലൈഫ്, സമൃദ്ധമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കുക എന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ എഡ്യൂക്കേഷനിൽ പഠിച്ചു. പർപ്പസ് എന്താണെന്ന് പഠിച്ചു, എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു. എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇസ് ടു കോപ്പ് വിത്ത് വേരിയസ് ആൻസൈറ്റീസ് ആൻഡ് സ്ട്രെയിൻസ് ഓഫ് മോഡേൺ ലൈഫ് ആൻഡ് ലീഡ് മീനിങ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ലൈഫ്. നെക്സ്റ്റ് ലൈൻസ് എന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആസ് ടു കോപ്പ് വിത്ത് വേരിയസ് ആൻസൈറ്റീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ആസ് ടു കോപ്പ് വിത്ത് വേരിയസ് ആൻസൈറ്റീസ്, വേരിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഉത്കണ്ഠകൾ, ഇതാണ് ആൻസൈറ്റീസ്. അപ്പോൾ പലതരത്തിലുള്ള ആൻസൈറ്റീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിടാൻ നമ്മളെ ഈ ഒരു വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ആൻഡ് സ്ട്രെയിൻസ് ഓഫ് മോഡേൺ ലൈഫ്. സ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡേൺ ലൈഫിൽ നമ്മൾ നേരിടുന്ന പല ബുദ്ധിമുട്ടുകളെയും നേരിടാനുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആൻഡ് ലീഡ് മീനിങ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ലൈഫ്. അപ്പം അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ ലൈഫ് എന്തായി തീരുന്നുണ്ട്? അതിനൊരു മീനിങ് വരുന്നുണ്ട്. പിന്നാണെങ്കിൽ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയുള്ള ഒരു ലൈഫ് തന്നെയാണ് ജീവിതം തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എഡ്യൂക്കേഷൻ നിങ്ങൾ ഓർക്കുക, ഒരാൾക്ക്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യന് ഇന്നത്തെ ഈ ഒരു മോഡേൺ ലൈഫിൽ ഏത് വിധേന വേണമെങ്കിലും പറ്റിക്കപ്പെടാം. ഇപ്പം ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണെങ്കിൽ അവർക്ക് അവരുടേതായ നയങ്ങളുണ്ട്, വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നല്ല രീതിയിലുള്ള ഒരു ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റിച്ച് ആവുക അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് വെൽത്ത് നേടുക എന്നുള്ളതല്ല. അതിന് പുറമെ നമ്മളൊരു ഗുഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഓബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. അപ്പം എഡ്യൂക്കേഷൻ്റെ സെക്ഷൻ കഴിഞ്ഞു. എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് സ്ട്രെസ് എന്ന് നോക്കാം. ദ സെക്കൻഡ് സെക്ഷൻ ഓഫ് ദ ലെസൺ ഈസ് അബൌട്ട് സ്ട്രെസ് അല്ലേ. ഈ ഒരു സെക്ഷൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് മെൻ്റൽ ടെൻഷൻ കോസ്ഡ് ബൈ ഇൻകംപ്ലീറ്റ് ഓർ അൺഡൺ വർക്ക്. അപ്പോൾ എന്താണ്? പൊതുവേ നോക്കുന്നതാണെങ്കിൽ സ്ട്രെസ് ഈസ് നത്തിങ്, ഒന്നും തന്നെയല്ല അല്ലേ. ബട്ട് മെൻ്റൽ ടെൻഷൻ, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന പിരിമുറുക്കങ്ങൾ, ടെൻഷൻസ്, അതെന്തിനെയാണ് ബാധിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഓർ അൺഡൺ വർക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് പൂർണ്ണ തോതിലേക്ക് എത്താനാവാതെ നമ്മളെ ഒരു ഹാഫ് സ്റ്റേജിൽ മാത്രമായിട്ട് ഒതുക്കി കളയുന്നുണ്ട് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു മെൻ്റൽ ടെൻഷനാണല്ലേ നമുക്ക് വരുന്നത്. അപ്പോൾ എന്ത് വർക്കായിക്കോട്ടെ, നിങ്ങളെ എന്താണോ ഒരു ഏൽപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമിൻ്റെ പേടിയാണെങ്കിൽ, നിങ്ങളുടെ കേസിൽ പറയുന്നതാണെങ്കിൽ ഇപ്പം അപ്കമിങ് ആയിട്ട് ഇപ്പോൾ എക്സാം വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ടെൻഷൻ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെറുതെ ടെൻഷനായിട്ട് കാര്യമില്ല, ജസ്റ്റ് കൂൾ ഡൗൺ ചെയ്യാം. എന്താണോ വരുന്നത് അത് മുന്നിൽ കാണാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് കൂളാവുക. അപ്പം നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും എഴുതണം എക്സാം. അപ്പോൾ എന്തായിരിക്കണം? സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാന്നുള്ള മൈൻഡിൽ ഇരിക്കണം. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. This inability to do well leads to anxiety and gradually this feeling leads to development of inferiority. അപ്പോൾ എന്താണ് ഈ ഒരു ഇന്നബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവില്ലായ്മ എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു നിങ്ങൾ പ്രവൃത്തി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലീഡ്സ് ടു ആങ്സൈറ്റി, നിങ്ങളിൽ കൂടുതൽ വലിയ തോതിൽ ഉത്കണ്ഠ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ആൻഡ് ഗ്രാജുവലി ദിസ് ഫീലിംഗ് ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫീരിയോറിറ്റി. അപ്പം എന്താണ്? ഇങ്ങനെ കൂടുതൽ രീതിയിൽ ഉത്കണ്ഠ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞു കൂടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ, മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അപകർഷതാബോധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടത് ആ ഒരു സ്ട്രെസ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ ഓർഡർ ടു ഹാൻഡിൽ സ്ട്രെസ് വൺ ഷുഡ് ടേക്ക് ടൈം ടു ഫൈൻഡ് ഔട്ട് ദി കോസ് ഓഫ് ദി പ്രോബ്ലം ആൻഡ് അനലൈസ് വാട്ട് ട്രൂലി വെന്റ് റോങ്. അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കണ്ടു സ്ട്രെസ് എങ്ങനെയാണ് വരുന്നതെന്ന് അല്ലേ. നമ്മൾ വെറുതെ ഒരു മെൻ്റൽ ടെൻഷനിലൂടെയാണ് ഇത് വരുന്നത്. നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി എത്തിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞ്. രണ്ടാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന്. ഇൻ ഓർഡർ ടു ഹാൻഡിൽ സ്ട്രെസ് വൺ ഷുഡ് ടേക്ക് ടൈം ടു ഫൈൻഡ് ഔട്ട് ദി കോസ് ഓഫ് ദി പ്രോബ്ലം. എന്താണ് ഈ ഒരു സ്ട്രെസ്സിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അതിൻ്റെ അടിത്തറ എന്ന് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് മനസ്സിലാക്കി എടുക്കണം. ആൻഡ് അനലൈസ് വാട്ട് ട്രൂലി വെന്റ് റോങ്. എന്നിട്ട് അത് വിശകലനം ചെയ്യാം. അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശകലനം ചെയ്യാം. എന്താണ്? നിങ്ങളുടെ സ്ട്രെസ്സിന് കാരണമാവുന്ന കാര്യത്തെ ഒന്ന് വിശകലനം ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എക്സാമിൻ്റെ തന്നെ കേസ് എടുക്കാം. ഇപ്പോൾ എന്താണ്, എക്സാമിൻ്റെ ഈ ഒരു അടുപ്പിച്ചുള്ള ഒരു 1 വീക്ക് ഓർ 2 വീക്ക് ഇരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് ആയിരിക്കും അല്ലേ. പിന്നെ നിങ്ങളൊന്ന് ഒരു കാര്യം അവിടെ നമുക്ക് മനസ്സിലായി, പ്രോബ്ലം മനസ്സിലായി. 2 വീക്ക് മുൻപ് ഇരുന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു സ്ട്രെസ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ നമുക്ക് കുറച്ച് മുൻപേ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പ്രോബ്ലം മനസ്സിലായി, അതിൻ്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നോട്ട്സ് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലാസ്സസ് കാണുക, അതിൻ്റെ നോട്ട്സ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരു ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കാരണവും മനസ്സിലാക്കി അതിൻ്റെ ആൻസർ തന്നെ നമുക്ക് കിട്ടും ചെയ്ത് അല്ലേ.
One should not hesitate to seek help and should be open-minded and honest about one's weakness and deficiencies. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ലൈൻസ് പറയുന്നത്? വൺ ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് ഹെൽപ്പ്. അപ്പം നമ്മളെന്ത് തീർച്ചയായിട്ടും ഒരു സഹായം, നമ്മുടെ ഈ ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സഹായം തേടും. മെഡിക്കൽ ഹെൽപ്പ് ആണെങ്കിലും ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് ഫ്രീ ആവുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടി, ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും സഹായം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളത് മടി കാണിക്കരുത് എന്നാണ് വൺ ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് ഹെൽപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഷുഡ് ബി ഓപ്പൺ മൈൻഡഡ്. നമ്മളെപ്പോഴും എന്താണ്, ഒരു ഓപ്പൺ മൈൻഡഡ് ആവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് ഓണസ്റ്റ് അബൌട്ട് വൺസ് വീക്ക്നെസ് ആൻഡ് ഡെഫിഷ്യൻസി. ഇപ്പോൾ എന്താണ്, നമ്മളിൽ തന്നെയുള്ള ആ ഒരു വീക്ക്നെസ്സിനെ അറിയേണ്ടതായിട്ടുണ്ടാണ്. വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളിലുള്ള ബലഹീനത എന്താണെന്ന് തിരിച്ചറിയണം. കൂടാതെ നമ്മുടെ കുറവുകളെയും തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ബാലൻസ്ഡ് മൈൻഡ് ആൻഡ് പേഷ്യൻസ് ടു ബിഗിൻ എ ടാസ്ക് ആൻഡ് അക്കംപ്ലിഷ് വൺസ് ഗോൾ. എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ബാലൻസ്ഡ് മൈൻഡ് അല്ലേ. നമുക്ക് ബാലൻസ് ചെയ്തിരിക്കുന്ന ഒരു മൈൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കൂടാതെ പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയും ഉള്ളതാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിനെ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാമെന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു നമുക്കൊരു ക്ഷമയും അതിനൊത്ത ബാലൻസ് ചെയ്തിട്ടുള്ള മൈൻഡും ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കും. സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് എ ടാസ്ക് വിൽ പ്രൊമോട്ട് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് റെസിലിയൻസ്. അപ്പോൾ എന്താണ് പറയുന്നത് ഇതിൽ? നമ്മളൊരു ടാസ്ക് ഏറ്റെടുത്തു കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിരിക്കും. റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധശേഷി എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇനിയുള്ള ടാസ്കും കൂടെ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി നിങ്ങളിൽ ബിൽഡാവുന്നതാണ്. ഓക്കെ. And stress is also caused by getting into a rat race and by always having an urge to be on a top. അപ്പം നെക്സ്റ്റ് സ്ട്രെസ് ഉണ്ടാവാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബൈ ഗെറ്റിംഗ് ഇൻ ടു എ റാറ്റ് റേസ് ആൻഡ് ബൈ ഓൾവേസ് ഹാവിങ് എൻ അർജ് ടു ബി ഓൺ എ ടോപ്പ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മത്സരമാണ് അല്ലേ. ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്. അപ്പം നമ്മൾ മറ്റുള്ളവരെക്കാളും മുകളിലെത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് കൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് സ്ട്രെസ് നമ്മളിൽ അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ ആൻ എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് വേൾഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് ടൈം എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ഇത്രയ്ക്കും മത്സരബുദ്ധിയോട് ചിന്തിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് ടൈം എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്തിനാണ്? നമ്മുടെ ടൈം കൃത്യമായിട്ട് ഇതിൽ എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിലൂടെയാണ്. A time plan is an advanced plan of all the activities to be performed in the allotted time. നമ്മൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ, അലോട്ടഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഏറ്റെടുത്തിട്ടിരിക്കുന്ന ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്ലാന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം മാനേജ്മെൻറ്റ്, ടൈം പ്ലാന് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് a time plan is advanced plan of the all the activities. എന്താണ്, ഏതെങ്കിലും കാര്യങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപേ നമ്മളൊരു ടൈം പ്ലാന് കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ അത് അലോട്ടഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നതായിരിക്കും. All great men who achieved greatness were aware of the value of time and time was precious to them. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലേ. ഓൾ ഗ്രേറ്റ് മെൻസ് അവരെങ്ങനെയാണ് അവരുടെ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്, അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കാരണം അവർക്ക് ടൈമിൻ്റെ വാല്യൂ എന്താണെന്ന്, മഹത്വം എന്താണെന്ന് മനസ്സിലാവുന്നതാണ്.
ടൈം വാസ് പ്രഷ്യസ് ടു ദം. അപ്പോൾ അവരുടെ ഓരോ ഇൻ്റർവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുന്നൊരു കാര്യമായിരിക്കും, എനിക്ക് എൻ്റെ എന്താണ് ടൈമിന്, സമയത്തിന് അത്രമേൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു ടൈം എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിലൂടെയാണ് അവരുടെ ആ ഒരു ലൈഫും, റിച്ച് ലൈഫാണെങ്കിലും എന്താണ് അവർ നോക്കുന്നത്, ആ ഒരു ലൈഫ് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത്. A great man had put time to good use to meet the challenges of life and achieve success. അപ്പോൾ എന്താണ് ഒരു ഗ്രേറ്റ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഡ് പുട്ട് ടൈം ടു ഗുഡ് യൂസ് ടു മീറ്റ് ദി ചാലഞ്ചസ് ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് നല്ല സമയങ്ങളെ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ സക്സസ്, വിജയം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. സെക്ഷൻ 1 പഠിച്ചു, സെക്ഷൻ 2 പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സ്ട്രെസ്സിനെ നമ്മൾ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ ഒരു ഫ്ലോ ഡയഗ്രാം കാണിക്കുന്നത്. ലിസൺ ടു മ്യൂസിക്, അത് നമ്മൾ പാട്ട് കേൾക്കുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം. ടേക്ക് എ ലോങ് വർക്ക്സ്, അല്ലേ, ദീർഘമായിട്ടുള്ളൊരു നടത്തത്തിലൂടെ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ടു അഡോപ്റ്റ് എ ലൈക്കബിൾ ഹോബി, എക്സസൈസ്, ഫിസിക്കൽ വർക്കൗട്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഹോബീസോ അല്ലെങ്കിൽ എക്സസൈസോ ഫിസിക്കൽ വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു സ്ട്രെസ്സിനെ എഫക്റ്റീവായിട്ട് നേരിടാൻ പറ്റുന്നതായിരിക്കും. മേക്ക് എൻ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ടൈം പ്ലാൻ. കൂടാതെ എന്തൊക്കെയാണ് ചെയ്യാം, മേക്കിംഗ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം പ്ലാനും കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്റ്റിലുള്ള കുറച്ച് വേർഡ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സും അതിൻ്റെ ആൻസേഴ്സുമാണ്, മീനിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PDF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് നോക്കണം. ഇനി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? അപ്പോൾ വാട്ട് ഈസ് യുവർ വ്യൂ, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് പറയാൻ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വ്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താ നമുക്ക് എഴുതാം, നമ്മുടെ ഒരു പേഴ്സൻ്റെ നോളജ് വർദ്ധിപ്പിക്കുന്നതിനും പിന്നെയാണെങ്കിൽ അവരുടെ സ്കില്ല്, പേഴ്സണാലിറ്റി, പിന്നെ അവരുടെ ഹെൽപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഫസ്റ്റ് സമ്മറിയിൽ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, കമ്മിറ്റഡ് ടുവേർഡ്സ് ദി സൊസൈറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് എന്താണ് ആൻസറായിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. അതായിരിക്കും എഡ്യൂക്കേഷൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് എ പേഴ്സൺ ടു ഫേസ് ദി ചലഞ്ചസ് ഓഫ് ലൈഫ്? അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു പേഴ്സണെ സഹായിക്കുന്നതെന്നാണ്. എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ഏതെങ്കിലും ഒരു ഇത്തരം ചലഞ്ചസ് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ തിങ്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി തരുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ സ്കിൽസ്, നമ്മളെ പ്രോബ്ലം ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന സെർട്ടൻ സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണോ ബുദ്ധിമുട്ട് നേരിടുന്നത് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ. ഇത് നിങ്ങളുടെ വ്യൂസിൽ എഴുതാവുന്നതാണ്, എന്ത് വേണമെങ്കിലും എഴുതാം. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് കാര്യങ്ങൾ ആൻസറായിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അത് ഓക്കെയാണ്. ആൻഡ് വൈ ഡു യു തിങ്ക് വി നീഡ് എഡ്യൂക്കേഷൻ? അപ്പം നിങ്ങളെങ്ങനെയാണ്, നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമായി വരുന്നത്? അപ്പോൾ അതിൽ നിങ്ങളുടെ ഒപ്പീനിയനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്? അല്ലേ, നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ
കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ ലേൺ ചെയ്യുന്നതോടുകൂടെ തന്നെ അല്ലെങ്കിൽ നോളജ് നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളെ ലേൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നമ്മൾ മാറുന്നതായിരിക്കും. പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ അശ്രദ്ധ മൂലമുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് പല കാര്യങ്ങളിലും ചില ചലഞ്ചസ് ലൈഫിൽ നേരിടേണ്ടി വരും. അപ്പം അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡു യു തിങ്ക് കോസസ് സ്ട്രെസ്. അപ്പം ഈ 3 ക്വസ്റ്റ്യൻസുമാണ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഡു യു തിങ്ക് കോസസ് സ്ട്രെസ്. അപ്പം എന്താണ് കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണമാകുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ സ്ട്രെസ്സിന് കാരണമാകുന്നത് അവിടെ നിങ്ങളോട് പറയാൻ വേണ്ടി അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സ്ട്രെസ്സിന് കാരണമാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്ട്രെസ്സിന് കാരണമാകുന്നത്? എക്സസീവായിട്ടുള്ള വർക്ക് ലോഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മെൻ്റൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് സ്ട്രെസ്സ് വരാം അല്ലേ. പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഫിനാൻഷ്യൽ വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ടും മറ്റുള്ള റാറ്റ് റേസിൽ നമ്മൾ മുന്നിലെത്തണം, മറ്റുള്ളവരെക്കാളും ടോപ്പിലെത്തണം, ആ ഒരു ചിന്താഗതിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഷൻ 2 എഫക്ട്സ് ദാറ്റ് ഫിസിക്കൽ വർക്ക് ആൻഡ് ലിസണിങ് ടു മ്യൂസിക് ഹാവ് ഓൺ ദി ഹ്യൂമൻ മൈൻഡ്. അപ്പം 2 എഫക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നതിലൂടെയും മ്യൂസിക് ലിസൺ ചെയ്യുന്നതോടും കൂടെ നമ്മുടെ മൈൻഡിലുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് 2 പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും? ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലോ ചാർട്ടിൽ ഉണ്ടായിരുന്നു അല്ലേ, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് റിലീസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനു സഹായിക്കുന്നു? ഫിസിക്കൽ വർക്കും ലിസണിങ് മ്യൂസിക്കും നമ്മളെ സഹായിക്കുന്നുണ്ടെന്നല്ലേ. അപ്പം കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പ്രവൃത്തി അല്ലേ, വർക്ക് ഇൻകംപ്ലീറ്റ് ആവുന്ന ആ ഒരു വർക്കിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടാസ്കൊക്കെ നമുക്ക് നമ്മൾ നേരിടുന്ന ആ ഒരു ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിസിക്കൽ വർക്ക് അല്ലെങ്കിൽ മ്യൂസിക് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതെന്താണ്, സ്ട്രെസ് ഫ്രീ ആക്കുന്നതാണ് നമ്മുടെ മൈൻഡിനെ. അപ്പം നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് എ ഗുഡ് ടൈം പ്ലാൻ ഇൻക്ലൂഡ്. ഒരു ഗുഡ് ടൈം പ്ലാനിൽ ഇൻക്ലൂഡഡ് ആവുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ്? ഒരു പ്രയോറിറ്റൈസേഷൻ ഓഫ് ടാസ്ക് അല്ലെങ്കിൽ ഡെഡ് ലൈൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക്. എന്നിട്ട് നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്തുകൊണ്ടിട്ട് അത് ബുദ്ധിപൂർവ്വമായിട്ട് എപ്പോഴൊക്കെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻ്റായിട്ട് നമ്മുടെ വർക്ക് കാര്യക്ഷമമായിട്ട് തന്നെ മാനേജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗുഡ് ടൈം പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ 21 വരുന്നത്. 2 സെക്ഷനായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് സെക്കൻഡ് പാർട്ടിൽ സ്ട്രെസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിലൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂസിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇത് സിമ്പിളായിട്ടുള്ളതാണ്. ഇങ്ങനെ കാര്യമായിട്ട് നമുക്ക് ചിന്തിച്ചെടുത്തിട്ട് ആൻസർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തരുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതൊന്ന് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. 2 പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ പല കാര്യങ്ങളും. അപ്പോൾ അത് ഷോർട്ടായിട്ട് നിങ്ങൾ ആൻസറായിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. താങ്ക് യു.